കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഉണ്ട് വൻ മയക്കുമരുന്ന് വേട്ട. 50 ഗ്രാം MDMA-യുമായി 4 പേരാണ് പിടിയിലായത്. ലഹരിമരുന്ന് എത്തിച്ചത് വിൽപ്പനയ്ക്കായെന്ന് പ്രതികരണമുണ്ട്. ആദ്യം ഇടപ്പള്ളിയിലുള്ള ഒരു ലോഡ്ജിൽ നിന്ന് 50 ഗ്രാം MDMA അടക്കം 4 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊരു അവിടെ റൂം എടുത്തിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടി അവർ 50 ഗ്രാം ഒരു ഒന്നാം പ്രതിയായ ഒരാളുണ്ട്, അഫ്രീദ് എന്ന് പറയുന്ന അവനാണ് ബാംഗ്ലൂരിൽ പോയി ഇത് കളക്ട് ചെയ്യുന്നതാണ് അവൻ്റെ മൊഴിയിൽ നിന്ന് മനസ്സിലായത്. അത് വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് അവർ ഇത് എറണാകുളത്ത് കൊണ്ടുവന്നത്. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് തന്നെ അന്വേഷണം നടത്തി ഇത് ഇവരെവിടെ നിന്നാണ് ഇത് കളക്ട് ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി ആ പ്രതികളെ നമ്മൾ കണ്ടെത്തുന്നതാണ്. ഇതൊരു 4 ലക്ഷം രൂപയോളം വില വരുന്നതാണ് ഈ MDMA. ഇവർ 4 പേരും കൊച്ചിക്കാരാണ്. കൊച്ചിയിലുള്ള കൊച്ചിയിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് താമസിക്കുന്നവരാണ്. സ്നേഹമോൾ നൈനാൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സ്നേഹ, ഇപ്പോൾ ഈ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവരെയാണോ പിടികൂടിയത്? ഇവർ ആർക്ക് വേണ്ടിയാണ് ലഹരി കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചോദ്യം ചെയ്യലിന് ലഭ്യമാണോ? പ്രതീഷ്, ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഈ മാരക ലഹരി മരുന്നായ MDMA 50 ഗ്രാം MDMA 4 പേരിൽ നിന്നും പിടികൂടുന്നത്. ഏകദേശം 4 ലക്ഷത്തോളം വില വരുന്ന MDMA ആണ് ഇവരിൽ നിന്നും പിടികൂടിയത്. ഇവർ 4 പേരും കൊച്ചി സ്വദേശികളാണ്. 2 പേർ ഫോർട്ട് കൊച്ചി സ്വദേശികളാണ്. ഒരാൾ പള്ളുരുത്തി സ്വദേശിയും ഒരാൾ തോപ്പുംപടി സ്വദേശിയുമാണ്. അഫ്രീദിയസ്, അമൽ, ആവൂഷ്, ഹിജാസ്, പിന്നെ ഫിർദോസ് എന്നിവരാണ് പിടിയിലായത്. അതായത് ഇടപ്പള്ളിയിൽ ഒരു സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുത്തായിരുന്നു ഈ 4 പേരും താമസിച്ചിരുന്നത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അന്വേഷണം നടത്തുന്നത്. അവിടെ നിന്നുമാണ് ഈ മാരക ലഹരി മരുന്ന് പിടികൂടുന്നത്. ഏതായാലും അന്വേഷണ സംഘം പറയുന്നതനുസരിച്ച് ലഹരിയുടെ ഉറവിടം ബംഗളൂരുവിൽ നിന്നുമാണ്. ബംഗളൂരുവിൽ നിന്നും ഇവർക്ക് ഈ ലഹരി മരുന്ന് ലഭിക്കുകയുണ്ടായി. ബംഗളൂരിൽ നിന്നുമാണ് ഇവർ ലഹരി മരുന്ന് വാങ്ങിക്കൊണ്ട് വന്നത്. ശേഷം ഇവർ മുറിയിൽ താമസിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഈ 50 ഗ്രാം MDMA തരം തിരിച്ച് വിൽപ്പന ആവശ്യങ്ങൾക്കായി എത്തിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. കൂടുതൽ പേർ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുകയാണ്. കൊച്ചിയിലെ ലഹരി വേട്ട സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത്.